പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് പാലക്കാട് നടക്കുന്ന മറൈൻ എക്സിബിഷനിലേക്ക് കേട്ടോ. മറൈൻ എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കടലിൻ്റെ ഉള്ളിലൂടെ കാണുന്ന കാഴ്ചകൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു അത്ഭുത മഹാലോകത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ അമർത്തുക. അപ്പോഴാണ് എൻ്റെ ചാനലിലെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനും ഇമ്മയും ഭാര്യയും കുട്ടികളും വീട്ടിൽ നിന്ന് രാവിലെ തന്നെ ഇറങ്ങി. എൻ്റെ കൂട്ടുകാരന് അനീഷും അവൻ്റെ ഭാര്യയും കുട്ടികളും അവൻ്റെ അമ്മയും കിട്ടും. അങ്ങനെ ഞങ്ങൾ സെറ്റായിട്ടാണ് ഇത്തവണ പോകുന്നത്. അനീഷിൻ്റെ വണ്ടിയിലാണ് കേട്ടോ പോണത്. എൻ്റെ വണ്ടി നേരെ കൊണ്ടുപോയി അവൻ്റെ വീട്ടിൽ വെച്ചിട്ട് എന്നിട്ട് അവൻ്റെ വണ്ടിയിലാണ് പോയത്. അവൻ്റെ വണ്ടി ഇറക്കുകയാണ്. അപ്പോൾ ഇത്രയും പേർക്ക് പോകണമെങ്കിൽ അവൻ്റെ വണ്ടിയെ പറ്റുള്ളൂ. അങ്ങനെ നേരെ പോയി രാവിലെ തന്നെ ഇറങ്ങി. ഞങ്ങൾ പ്രഭാത ഭക്ഷണം കഴിച്ചത് മണ്ണാർക്കാട് നിന്നാണ് കേട്ടോ. മണ്ണാർക്കാട് നിന്ന് ഉടുപ്പി റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചത് നോൺ വെജ് ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. റിച്ചു ആദ്യമായിട്ടാണ് ഇത്ര വലിപ്പമുള്ള ദോശയൊക്കെ കാണുന്നത്. കാരണം അവനെ ഇത്ര വലിപ്പമുള്ള ദോശ കണ്ടപ്പോൾ പറയുന്നത് ഇതൊക്കെ ഞാൻ കഴിക്കുമെന്ന് വെച്ചു. കാരണം അതിൻ്റെ തിക്നെസ് കണ്ടപ്പോൾ പിന്നെ അവൻ കഴിച്ചു. എന്തായാലും നല്ല ഫുഡായിരുന്നു, അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും പാലക്കാട് വരെ പോയി. അപ്പോൾ പാലക്കാട് സംഭവം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ടൗണ് ഫുള്ള് ഓപ്പൺ ആയിരുന്നു. ഒരു വണ്ടികളും ഇല്ല, ഫുൾ കാലിയായിരുന്നു. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഈ പറഞ്ഞ മൈതാനത്ത് എത്തിയപ്പോൾ ആളുകളൊന്നും വന്ന് തുടങ്ങിയിട്ടുള്ളൂ. അധികം ആരും ഇല്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാർക്കിംഗ് ഒക്കെ ഫുൾ കാലിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ 10 മണിക്ക് അവിടെ കോട്ട മൈതാനത്ത് എത്തി. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് 10:30 സ്റ്റാർട്ടിങ് ഉള്ളു. അല്ലാത്ത ദിവസങ്ങളിൽ ഉച്ചക്കാണ് തുടങ്ങുന്നത് പറഞ്ഞു. അപ്പോൾ ഓഫ് ഡേ ഉണ്ട്, രാവിലെ 10:30 തുടങ്ങുമെന്ന് പറഞ്ഞു. പക്ഷേ അവിടുത്തെ വെയില് ഭയങ്കര സഹിക്കാൻ പറ്റാത്ത തന്നെ ഉണ്ട് കേട്ടോ. 10:30 മണിയായപ്പോൾ തന്നെ ചൂടെടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ആ മൈതാനത്തിൽ സൈഡിൽ പോയി കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. അകത്ത് കയറിയത് ഒരു അന്യായ കാഴ്ച തന്നെയാണ് കേട്ടോ. കാണേണ്ട കാഴ്ച തന്നെയാണ്. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന തരം മീനുകൾ, പല തരം അക്വേറിയം മീനുകളും കടൽ മീനുകളും, അതിനിടയിലാക്കണ ഒരു ചേട്ടന് സ്കൂബ ഡൈവിങ്ങും, ഒരുപാട് മീനിൻ്റെ ഇടയിൽ കൂടെ പുള്ളി ആർത്തുല്ലസിച്ച് നീന്തി നടക്കുകയാണ്. അടിപൊളി തന്നെയാണ് ഇത് കാണാൻ. 150 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ ടിക്കറ്റ് എടുക്കണം. എങ്കിലും അതൊരു മുതലായിട്ടോ. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണണമെങ്കിൽ കടലിനടിയിൽ പോകെ രക്ഷയുള്ളൂ. കാരണം നമുക്കൊന്ന് കടലിൻ്റെ അടിയിൽ പോകാൻ ഒരു നിവൃത്തിയില്ലല്ലോ. കടലിൽ കാണുന്ന എല്ലാ തരം മീനുകളും ഉണ്ടായിരുന്നു. എന്ത് ഭംഗിയായിരുന്നു അവിടെ കാണാൻ. ഇപ്പോൾ ഓൾറെഡി അവിടെ ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ പോകാം. നമുക്ക് കൊടുക്കുന്ന ക്യാഷിനും മുതലാണ്. അത്രയും കാഴ്ചകളുണ്ട് അവിടെ കാണാൻ. എന്തോരു ഭംഗിയാണ് അറിയോ. ഒരുപാട് കളർ മത്സ്യങ്ങളും അതേപോലെ നമ്മൾ കാണാത്ത പലതരം മത്സ്യങ്ങളും ഉണ്ട് കേട്ടോ. ഒരുപാട് പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ പേരൊന്നും മൊത്തത്തിൽ അറിയില്ല. കുറച്ച് മീനുകളെ അറിയുള്ളൂ. അലിഗേറ്റർ കറുണ്ട്, അരാപ്പൈമുണ്ട്, അങ്ങനെ കുറച്ച് മീനുകളുണ്ട്. അതേപോലെ ഗോൾഡ് ഫിഷുകളുണ്ട്, ഏഞ്ചലുണ്ട്, അങ്ങനെ കുറച്ച് മീനുകളൊക്കെ അറിയാം. കുറേ ഗപ്പികളൊക്കെ ഉണ്ട്. ഈ ചില മീനുകളെ ഭക്ഷിക്കുന്ന മീനുകളുണ്ട്. അവർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ചെറിയ മീനുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗി തന്നെ ഇരുന്നിട്ട് കാണാൻ. അതും എയർ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട് റൂം മൊത്തം. അപ്പോൾ നമുക്ക് ചൂടൊന്നും അറിയില്ല. അതിൻ്റെ ഉള്ളിൽ ഇരുട്ടാണ്. എന്നിട്ട് അക്വേറിയത്തിൻ്റെ ബാക്കിൽ ബ്ലൂ കളർ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ ലൈറ്റ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് നല്ല വിസിബിലിറ്റിയാണ്. നമുക്ക് കാണാൻ നല്ല അടിപൊളിയാണ്. ഒരുപാട് തരം നമ്മൾ കാണാത്ത വെറൈറ്റി മത്സ്യങ്ങളുണ്ട് കേട്ടോ. കാരണം നമ്മൾ കാർട്ടൂണിലൊക്കെ ഇതുവരെ കണ്ട പോലുള്ള മീനുകളൊക്കെ ഉണ്ട്. ഈ മീനൊന്നും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനത്തെ ഒരുപാട് വെറൈറ്റി മീനുകൾ. അതിന് ചിറകും വാലൊക്കെ വളരെ ചെറുതാണ്. തല ഭയങ്കര വലുപ്പമുള്ളൊരു മീൻ. എന്ത് ഭംഗിയാണ് അവിടെ കാണാൻ, നേരിട്ട് കാണാൻ. നമുക്ക് ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്. ഇതുണ്ട് കളർ മീനുകൾ, ഗോൾഡ് ഫിഷുകൾ, ഒരുപാട് വലുതാട്ടോ. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ അക്വേറിയത്തിലൊക്കെ കാണാൻ പോലെ ചെറുതല്ല, വലിയ മീനുകൾ തന്നെ. അതും കൂട്ടമായിട്ടാണ് അവർ നടക്കുന്നത്. എന്തോ ഒരു ഭംഗിയാണ് അവിടെ കാണാൻ. നമ്മൾ ഫോണിൽ കൂടെ അല്ലെങ്കിൽ ക്യാമറയിൽ കൂടെ അല്ലെങ്കിൽ നിങ്ങൾ TV കാണാണെങ്കിലും അത്ര ഭംഗി നേരിട്ട് കാണുമ്പോൾ അതിലേറെ കിട്ടും നമുക്ക്. അങ്ങനെ റിച്ചു ആ സ്കൂബ ഡൈവിങ് ചെയ്യുന്ന ആളായിട്ടൊക്കെ നിന്ന് കുറേ ചില്ലിൻ്റെ അപ്പുറം നിന്നൊക്കെ കുറേ സംസാരിച്ചു. കാരണം പുള്ളി പറയുന്നൊന്നും അവന് മനസ്സിലാവുന്നില്ല. അവരൊക്കെ കോവളം തിരുവനന്തപുരം ഭാഗത്തുള്ള ആൾക്കാരാണ്. ഇതിന് മാനേജ്മെൻറ്റ് ഞങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു. അവരൊക്കെ അവിടുന്ന് വന്നതാണ്. ഇവർ ഓൾറെഡി അവിടെ ഇതിൻ്റെ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട് പറഞ്ഞു കോവളം ഭാഗത്ത്. അങ്ങനെ വേറെ ഒരുപാട് മീനുകളെ കണ്ടിട്ടോ. ഒരുപാട് മീനുകളാണ്, ഒരുപാട് എണ്ണല്ല. കാരണം 10 കോടി രൂപ മുതൽ മുടക്കിയിട്ടാണല്ലോ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളൊരു 150 രൂപ കൊടുത്ത് ഇത്രയും വില പിടിപ്പുള്ള മീനുകളെ കാണുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലോകം കാണുക എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുത കാഴ്ച തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ പൊക്കോളൂ. നിങ്ങൾക്ക് എന്തായാലും ആ കൊടുക്കുന്ന 150 രൂപക്ക് മുതലാണ്.
ഇത് കണ്ടോ, ചെറിയ കുറെ മീനുകൾ കൂട്ടം കൂട്ടായിട്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് ആദ്യം എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. കണ്ടോ, നമ്മൾ എടുത്ത് ചെല്ലുമ്പോ ഒക്കെ അവിടുന്ന് ഓടിപ്പോണ്. സംഭവം എന്താന്ന് വെച്ചാൽ ഈ വലിയ മീനില്ലേ, ഈ വലിയ മീന് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു കൊടുത്തതാണ് ഈ ചെറിയ മീനുകൾ. അപ്പം ആ പുള്ളിക്കാര് ഇപ്പം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇവരെ പിടിക്കാത്തത്. അതുകൊണ്ടാണ് അവരിങ്ങനെ പേടിച്ച് പോകുന്നത്. എല്ലാവരും കൂട്ടം കൂട്ടായിട്ട് നിൽക്കുന്നത്. കാരണം അവർക്ക് വേണ്ട സമയത്ത് വന്നിട്ട് അവര് വെട്ടി എടുക്കും. ഈ മീനൊക്കെ ലക്ഷങ്ങൾ വരുന്ന മീനുകളാട്ടോ. ഇതൊക്കെ നമ്മളെ അക്കൂറത്തിൽ ചെറിയൊരു പീസ് മീൻ, നമ്മളെ ഒരടി വലുപ്പമുള്ള മീനൊക്കെ 5000-6000 രൂപ വില വരുന്നതാണ്. ഇതൊക്കെ നല്ല റിക്കൂൻ്റെ 2 കൈ വെച്ചപ്പോൾ അത്രയും സൈസ് ഉണ്ട് മീനുകളൊക്കെ. ഇതുണ്ടല്ലേ, അവര് ഈ ചെറു മീനുകളുണ്ടല്ലോ, പൊടി മീനുകൾ ഫുള്ള് പേടിച്ച് നടക്കുകയാണ്. നമ്മളെടുത്ത് ചെല്ലുമ്പോൾ എല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് പോകുന്നത്. കണ്ടില്ലേ, പേടിച്ചിട്ട് കൂട്ടായിട്ട് പോകണം. അവർ കൂട്ടം തെറ്റാതെ ഒറ്റ തിരിഞ്ഞു പോകുന്നില്ല. കാരണം പോയി കഴിഞ്ഞാൽ അവരെ പിടിക്കുന്നുള്ളൊരു പേടിയാണ് മീന്. എന്ത് തന്നെയാലും അടിപൊളിയായി. സൺഡേ ഞങ്ങൾ പോയത്. കുട്ടികൾക്കൊക്കെ കാഴ്ച ഭയങ്കര അത്ഭുതകരമായിട്ട് തന്നെ തോന്നി. നമ്മൾ കടലിൻ്റെ ഉള്ളിലൂടെ പോണ പോലെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ടണൽ പോലെയാണ് ഈ ഭാഗത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ മുകളിലൂടെയൊക്കെ മീനുകൾ പോവാണ്. താഴെഭാഗത്തും മുകൾഭാഗത്തൊക്കെ മീനുകളാണ്. സ്രാവിൻ്റെ ഒക്കെ ഇനത്തിൽപ്പെട്ട പല മീനുകളുണ്ട്, കൊമ്പുള്ള മീനുകളുണ്ട്. അങ്ങനെ പല വെറൈറ്റി മീനുകൾ, നമ്മൾ ഇതുവരെ കാണാത്ത പല ഐറ്റംസ്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുന്നത്. ഇതേപോലുള്ള ഒരു അക്വേറിയം കൊടുങ്ങല്ലൂരുണ്ട്, അതേപോലെ മൈസൂരും ഒന്നുണ്ട്. പക്ഷെ മൈസൂരത്തെ ഈ പറഞ്ഞ കൊടുങ്ങല്ലൂരിലൊന്നും ഇത്രക്ക് എനിക്ക് സംഭവമായിട്ട് തോന്നിയിട്ടില്ല. കാരണം അതിലേറെ ഐറ്റംസ് ഉണ്ട് ഇവിടെ. അതേപോലെ ഈ സ്കൂബ ഡൈവിംഗ് ഒക്കെ ഇവിടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെയാണ് ഇവർ നടത്തുന്നതെന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ മത്സ്യകന്യകമാരും മത്സ്യകന്യകനും അങ്ങനെ 10 പേരുള്ള ഒരു ടീമിന്റെ ഒരു ഷോയും ഉണ്ട്. അത് ലാസ്റ്റ് ഭാഗത്താണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഈ 150 രൂപക്ക് കാണാൻ പറ്റും എന്നാണല്ലേ, അതൊരു വലിയ കാഴ്ച തന്നെയാണ്. അപ്പൊ ഞങ്ങള് രാവിലെ ഇറങ്ങിയിട്ട് ഇത് കണ്ടതിന് ശേഷം ഞങ്ങൾക്ക് പാലക്കാടൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയതിന് ശേഷം കോയമ്പത്തൂർ ഒന്ന് പോകുന്നുണ്ട്. കോയമ്പത്തൂർ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാന്നുള്ളൊരു പ്ലാനോട് കൂടി ഇറങ്ങിയതാണ്. കോയമ്പത്തൂർ പോയിട്ട് പണ്ട് കാലങ്ങളിൽ ഇടക്കിടക്ക് പോയിരുന്നു. ഇപ്പൊ പോവാറില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു 1 വർഷത്തോളം ഈ കോയമ്പത്തൂർ ഭാഗത്ത് പോയിട്ട്. അപ്പം കുട്ടികൾക്ക് കുറച്ച് ഡ്രസ്സും കുറച്ച് ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോകണം എന്നുള്ള പ്ലാനോട് കൂടി രാവിലെ ഇറങ്ങിയതാണ്. അനീഷിനും കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പം ഞങ്ങളങ്ങനെ അവരുടെ ഫാമിലി എൻ്റെ ഫാമിലിയായിട്ട് അങ്ങനെ ഇറങ്ങിയതുണ്ടോ. ഈ തെരണ്ടി എന്ന് പറയുന്ന മീനിൻ്റെ ഒക്കെ വംശത്തിൽപ്പെട്ട മീനുകളാണെന്ന് തോന്നുന്നത്. കണ്ടല്ലോ, കിളി പറന്ന് കിടക്കുന്ന പോലെ ചിറക് വിരിച്ചാൽ പറക്കുന്നതിലൂടെ. ഈ മീനിൻ്റെ ഒക്കെ ഒരു ഭംഗി നോക്കും നിങ്ങൾ കാണാൻ. എന്തോ ഒരു ഭംഗിയാണ്. മെയിൽ ഫീമെയിലാന്ന് തോന്നുന്നത് കണ്ടിട്ട് ഒരു പേരടിച്ചായിട്ട് നടക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് ഭാഗത്തേക്ക് പോയപ്പോൾ 2 വലിയ അക്കൂറി കേട്ടോ. ഈ അക്കൂറിയത്തിൻ്റെ ഉള്ളിലാക്കണ മത്സ്യകന്യകമാർ 2 പേര്. അടിപൊളിയായിട്ടോ കാണാൻ, ഒരു രക്ഷയില്ല. അവര് സമ്മതിക്കണം അവരെ. കാരണം ഓക്സിജനും കാര്യങ്ങളൊന്നും ഇല്ല. അവര് ലൈവായിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്. അത് ഇവർക്ക് ശ്വാസം മുട്ടുന്ന സമയത്ത് ഇവർ മുകളിലേക്കൊന്ന് പോകും, വീണ്ടും താഴത്തേക്ക് തന്നെ വരും. അങ്ങനെയാണ് സംഭവം. നമുക്ക് വേണ്ടിയിട്ട് അവർ അതിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. നമ്മളെ വിഷ്വൽസ് എടുക്കാൻ അല്ലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ വെള്ളത്തിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ചെയ്യണം. കാരണം ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇതിന് മുന്നേ കണ്ടിട്ടില്ല. ഇതൊക്കെ എന്തൊരു ഭംഗിയുണ്ട് കാണാൻ. ഇവർ വെള്ളത്തിൻ്റെ ഉള്ളിലൂടെ ഡൈവ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ ഇവര് കാല് കണ്ടില്ലേ. ഇവര് ആ മത്സ്യകന്യകൻ്റെ അതേപോലുള്ള ആ ഉടുപ്പിൻ്റെ ഉള്ളിലാണ് അവർ കാല്. കാരണം നമ്മൾ സാധാരണ നദിയിലും വെള്ളത്തിലും കുളത്തിലൊക്കെ നീന്താറുണ്ട്. പക്ഷെ നമ്മളെ 2 കാലും വേറെ ആയിരിക്കും. അപ്പം ഇത് പ്രത്യേക തരം ട്രെയിനിങ് കിട്ടിയ ആൾക്കാർ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഈ മത്സ്യകന്യകമാർ അല്ലെങ്കിൽ ഒരു മത്സ്യം പോകുന്ന പോലെ അവർക്ക് നീന്തണം എന്നുണ്ടെങ്കിൽ അതിനൊരു എക്സ്പീരിയൻസ് തന്നെ വേണം. കാരണം അല്ലാതെ നമുക്ക് കഴിയില്ല. കാരണം നമ്മൾ നോർമലി നദിയിലൊക്കെ നീന്തുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കാലിട്ട് അടിച്ചാൽ പോവുക. ഇത് നമുക്ക് കാലിട്ട് അടിക്കാൻ പറ്റില്ല. കാരണം കാല് 2 ലോക്കാണ്. ഒറ്റ കാലായിട്ടാണ് കാണുന്നത്, ഒരു വാല് പോലെ. ഇല്ല, മീനിന്റെ വാല് പോലുള്ള സാധനം വെച്ചിട്ടാണ് നീന്തി പോകുന്നത്. എന്തായാലും കാഴ്ച ഉഗ്രം തന്നെയായിരുന്നു. കാണാത്തവർ പോയി കാണുക, അടിപൊളിയാണ്. ഇവർ 10 പേരുണ്ട് കേട്ടോ. ഇവരെങ്ങനെ വെച്ചാൽ 2 പേര് നിന്നിട്ട്, ഞങ്ങൾ ചെന്നപ്പോൾ 4 പേരുണ്ടായിരുന്നു. അവർ കഴിയുമ്പോൾ ഒരു ടൈം കഴിഞ്ഞാൽ ഇവർ കയറും, പിന്നെ ബാക്കിയുള്ളവർ ഇറങ്ങും. അങ്ങനെയാണ് സംഭവം. അങ്ങനെ ആൾ കൂടുന്നതിനനുസരിച്ച് ഇവരിങ്ങനെ ഷിഫ്റ്റിംഗ് ആണ് ഇവർക്ക്. ഇവരോട് സംസാരിച്ചു. ഇവര് പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ്. ഇതിൻ്റെ ഒരു മാനേജർ ഞങ്ങളടുത്ത് വന്നിരുന്നു. ഇതിങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞങ്ങളവിടെ സമയമില്ല, അങ്ങനെ പോയതാണ്. ഇവരൊപ്പം നിന്ന് വേണമെങ്കിൽ ഫോട്ടോ, വീഡിയോ, സെൽഫി ഒക്കെ എടുക്കാൻ പറഞ്ഞു. പക്ഷെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിന് നിന്നില്ല. ഞങ്ങൾ നേരെ ഒന്ന് പോയി. ഇത് കണ്ടോ, ഇവർ വെള്ളത്തിൻ്റെ കൂടെ കാണിച്ചു കൂട്ടുന്നുണ്ടോ. ഇത് ഡൈവിംഗ് ആണ്. എന്ത് ഭംഗിയാണ് കാണാൻ നോക്കുക.
ഇത് നമുക്കിങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണ്, പക്ഷെ ആ വെള്ളത്തിനുള്ളിൽ കിടക്കുന്നവർക്ക് അത്ര സിമ്പിളാവില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും ഹൈറ്റാണ്. ഇതിന് ഓക്സിജൻ കിട്ടണമെങ്കിൽ മുകളിൽ പോകണം. ഈ കറങ്ങുന്ന സമയത്ത് നമ്മളൊക്കെ ഇതേപോലെ കാല് കെട്ടി നമ്മളൊരു കാര്യം ചിന്തിച്ചാൽ മതി, നമ്മളെ കാല് രണ്ടും ലോക്കാക്കിയിട്ട് നദിയിലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് പൊങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളെ കാലുകൊണ്ട് അടിച്ചിട്ടാണ് നമ്മൾ മുകളിൽ വരിക. അപ്പോൾ ഇവരിത് പ്രത്യേക തരം കണ്ടില്ല, മീനെ പോലെ തന്നെ ഒരു മത്സ്യകന്യക നടക്കുന്നത് പോലെ തന്നെയാണ് ഇവർ ചെയ്യുന്നത്. എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ, നമുക്ക് ഒരു വാക്കിലോ അല്ലെങ്കിൽ കുറച്ച് സംസാരിച്ചാലോ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, അത്ര അടിപൊളിയായിരുന്നു കാണാൻ. അപ്പോൾ കാണാത്തവരൊക്കെ പോയി കാണുക. ഇത് കുറച്ച് കൂടി ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പോകും. പിന്നെ കേരളത്തിൽ വേറെ ഏതെങ്കിലും ലൊക്കേഷനിൽ വരുമല്ലോ എന്നറിയില്ല, വരാൻ ചാൻസ് ഉണ്ടാവും. കാരണം ഇത്രയും രൂപയൊക്കെ മുടക്കി സെറ്റാക്കിയതല്ലേ. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതോടെ ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് കടന്ന് പുറത്തിറങ്ങിയപ്പോൾ ലൈറ്റിൻ്റെ ചെറിയ പ്രശ്നം കേട്ടോ, അതാണ് ഈ ഫ്ലിക്കർ അടിച്ചുകൊണ്ടിരിക്കുന്നത്. പുറം ഭാഗത്ത് ഇഷ്ടം പോലെ സ്റ്റാളുകളുണ്ട് കേട്ടോ. മിഠായി, പലതരം മിഠായികൾ, നമ്മൾ ചെറുപ്പകാലങ്ങളിൽ കഴിച്ചിരുന്ന പല മിഠായികളും അവിടെ കണ്ടു. അതേപോലെ പെണ്ണുങ്ങളുടെ വള, മാല, കമ്മല്, അങ്ങനെയുള്ള ഐറ്റംസ്, ബാഗുകൾ, കുട, അതേപോലെ നമ്മളെ ഫർണിച്ചർ ഐറ്റംസ് ഒരുപാട്. പിന്നെ നമ്മളെ പമ്പ് സെറ്റുകൾ, വീട്ടിലേക്ക് വേണ്ട ഉപകരണങ്ങൾ, ഒരുപാട് എന്തൊക്കെ നമുക്ക് വീട്ടിലേക്ക് വേണ്ട അങ്ങനത്തെ ഐറ്റംസുകളും ഇഷ്ടമുള്ള സ്റ്റാളും ഒരുക്കിയിട്ടുണ്ട്. കളിപ്പാട്ടങ്ങൾ, കളിക്കോപ്പുകൾ, അങ്ങനെ ഒരുപാട് നമ്മൾ കൃഷിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ പോയത് കൊണ്ടായിരിക്കും അവിടെ വലിയ തിരക്കില്ലായിരുന്നു. കാരണം ഞങ്ങൾ ഫസ്റ്റ് ഇതിൽ തന്നെ കയറിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺഡേ ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും ഉച്ച കഴിഞ്ഞിട്ടേക്കാരും വരുന്നത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് പോണ സമയത്ത് അവിടെ ഒരു പോർട്രേറ്റ് വരക്കുന്ന ചേട്ടനെ കണ്ടിട്ടോ. പുള്ളി പറഞ്ഞു, ഫസ്റ്റാണ് നിങ്ങൾ വരുന്നത്, അപ്പോൾ എന്തായാലും എടുക്കണം, നമുക്ക് കുട്ടികളെ ഫോട്ടോ വരച്ച് തരാറുണ്ട്. അപ്പോൾ ഇപ്പോഴും റിച്ചും നിർത്തി കൊടുത്തു. ആ പുള്ളി ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് വരച്ചു കേട്ടോ. അവർ കുറേ ആകാംക്ഷ ഉണ്ടായിരുന്നു റിച്ചുവിനും ഇബ്രൂനൊക്കെ എന്താണ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവർ ഒന്ന് നോക്കിയൊക്കെ ചെയ്തു. എങ്കിലും അടിപൊളിയായിട്ട് നമ്മൾ വിചാരിച്ചതിൻ്റെ ഉള്ളിലൊക്കെ സൂപ്പറാക്കി ചേട്ടൻ വരച്ചു. ചേട്ടൻ അവിടെ തന്നെ ഇരിക്കുകയാണ് ഇതിൻ്റെ സ്റ്റാളിൻ്റെ ബാക്ക് സൈഡിൽ ഇറങ്ങിപ്പോകുന്ന ഭാഗത്ത്. എന്തായാലും ഇവർക്ക് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാനതൊന്ന് സ്പീഡപ്പ് ആക്കിയിട്ടുണ്ട് വീഡിയോ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നത്. സംഭവം അടിപൊളിയായി. കാരണം നമ്മൾ റൈഡ് അല്ലെങ്കിൽ ട്രിപ്പ്, ട്രാവൽ ഒക്കെ പോകുമ്പോൾ, പിക്നിക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള ഓരോ മൊമെൻറ്റ്സുകൾ നമ്മൾ ക്യാപ്ചർ ചെയ്യുമ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ ലൈഫിൽ ബാലൻസ് ആയിട്ട് കിട്ടുള്ളൂ. കാരണം നല്ല ഓർമ്മകളായിട്ട് മാറുള്ളൂ. ഇത് തന്നെ ഫ്രെയിം ചെയ്യാൻ പോകുന്നുണ്ട്. ഈ കുട്ടികളെ വരച്ചത് അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. കാരണം നമുക്ക് ഇത് ഭാവിയിലൊക്കെ കാണുമ്പോൾ രസമായിരിക്കും. അതിന് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. അവിടെ ഫുഡ് കോർട്ട് കേട്ടോ, കുറേ ബജ്ജി കോർണറുകൾ, അതൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഇറങ്ങി മലമ്പുഴ വഴി നേരെ കവേല് പോകാൻ കരുതി. കാരണം എന്താ വെച്ചാൽ കവേല് നല്ലൊരു ഹോട്ടലുണ്ട്, ഞാൻ അറിയുന്നൊരു ഹോട്ടലുണ്ട്, നല്ല അടിപൊളി ഫുഡ് കിട്ടുന്നൊരു ഹോട്ടലുണ്ട്. അപ്പോൾ കവേല് വെള്ളമൊക്കെ കാണാമല്ലോ എന്ന് എഴുതിയിട്ട് മലമ്പുഴ ഭാഗത്തുകൂടെ പോയത്. പക്ഷേ ഞങ്ങളെ നാട്ടിൽ നിന്ന് പോയതിന് ഒരു ഭയങ്കര പ്രശ്നമുണ്ട്, ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും മുകളിലായിരുന്നു. പാലക്കാട് ഭാഗത്ത് ഭയങ്കര ചൂടായിരുന്നു. അപ്പം ഈ കവ ഭാഗത്തൊക്കെ നല്ല കവേല് നദി ആ വെള്ളം കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. പക്ഷെ അതൊക്കെ വെള്ളം ഉണങ്ങിയിട്ടുണ്ട്, വറ്റിപ്പോയിട്ടുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ നവംബറിലേറ്റാണ് തോന്നുന്നു പോയത്. ആ പോകുന്ന സമയത്ത് അവിടെ വെള്ളം ഉണ്ടായിരുന്നു. മഴക്കാലം കഴിഞ്ഞ സമയത്ത് പോകണമെങ്കിൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റും, നല്ല കാഴ്ച കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് കവ. അതേപോലെ ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പോയാലും അവിടെ മാവിൻ്റെ തോട്ടങ്ങളാണ്, ഇഷ്ടംപോലെ മാവും തോട്ടങ്ങളാണ്. അവിടെ അടിപൊളി മാങ്ങകൾ കിട്ടും കേട്ടോ നമുക്ക്. അവിടെ റോഡ് സൈഡിലൊക്കെ വെച്ച് വിൽക്കുന്നുണ്ടാവും. അടിപൊളിയാണ്, മാവിൻ്റെ തോട്ടമാണ് ഫുള്ള്. ഇത് ഫോറസ്റ്റ് ഏരിയ ആണ്. കവ എത്തുന്നതിൻ്റെ മുന്നേ ഉള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ കവയിലെത്തി ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് കറങ്ങി. പക്ഷെ അവിടെ കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഹോട്ടൽ കണ്ടു, അവിടെ പോയി ഫുഡ് കഴിച്ചു. അവിടുന്ന് സാധാ നമ്മളെ ചോറും കറിയൊക്കെയാണ് കഴിച്ചത്. ഞാൻ കപ്പയും മീനോ കഴിച്ചത്. കപ്പയും മീനും സൂപ്പറായിരുന്നു കേട്ടോ. അനീഷും വൈഫൊക്കെ ബിരിയാണിയൊക്കെ കഴിച്ചിരുന്നു. എൻ്റെ കൂട്ടുകാരുടെ പേരും അനീഷ് തന്നെയാണ്. അവർ ബിരിയാണിയൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി കോയമ്പത്തൂർ ഭാഗത്തേക്ക് വിട്ടു. കോയമ്പത്തൂർ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ തവണ പോയിരുന്ന സമയത്തൊക്കെ ഈ ഫ്ലൈ ഓവറൊക്കെ ഇല്ല കേട്ടോ. ഇപ്പോൾ ഫ്ലൈ ഓവറൊക്കെ വെച്ചു. റണ്ണിങ് ആയിട്ടില്ല, വണ്ടികളൊന്നും പോലെ തുടങ്ങിയിട്ടില്ല. എങ്കിലും അതിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് ഒരു 85-90% കഴിഞ്ഞിട്ടുണ്ട്. ഈ താഴെ ഭാഗത്തൊന്നും ആദ്യം വണ്ടി വിടില്ലായിരുന്നു, ഇപ്പോൾ വണ്ടികളൊക്കെ വിടുന്നുണ്ട്. ഈ ഫ്ലൈ ഓവറൊക്കെ വന്നു കഴിഞ്ഞാൽ കോയമ്പത്തൂർ സിറ്റിയൊക്കെ ആകെ മാറിക്കൂട്ടും. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ദൂരത്തേക്ക് ഈ ഫ്ലൈ ഓവർ വെച്ചിട്ടുണ്ട്. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ പോകും ഈ ടൗണിലില്ലേ. നമുക്ക് കോയമ്പത്തൂർ പോയുള്ള ആകെ ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ ട്രാഫിക് ബ്ലോക്കാണ്. അപ്പം അങ്ങനെ നേരെ കോയമ്പത്തൂർ ടൗണിൽ കുക്കടം മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഒപ്പനക്കര ഭാഗത്തൊക്കെ കേട്ടോ പോയത്. ഞങ്ങൾക്ക് കുറച്ച് ബാഗൊക്കെ നോക്കണ്ടിരുന്നു. എൻ്റെ കൂട്ടുകാരൻ്റെ ഷോപ്പൊക്കെ ഉണ്ട് അവിടെ, ബാഗ് വെക്കുന്നത്. അവിടെയൊക്കെ പോകണം.
പിന്നെ പോത്തീസിലൊന്ന് കയറണം, പിന്നെ കുറച്ച് ഇലക്ട്രോണിക്സ് സാധനങ്ങളൊക്കെ മേടിക്കണം. അത് കഴിഞ്ഞ് രാത്രിയിൽ ലുലു പുതിയത് വന്നിട്ടുണ്ട് കോയമ്പത്തൂർ, അവിടെയും ജസ്റ്റ് ഒന്ന് കയറിയിട്ട് തിരിച്ച് വീട്ടിൽ തന്നെ പോകാന്നുള്ള പ്ലാനാണ്. ലുലു വന്നിട്ട് ഒന്ന് കാണാമെന്ന് കരുതി. അപ്പം ഇബ്രൊക്കെ ഫസ്റ്റ് ടൈം കേട്ടോ കോയമ്പത്തൂർ. അപ്പോൾ കോയമ്പത്തൂർ മെയിനായിട്ട് പോയത് ഞങ്ങൾക്ക് കുറച്ച് ഇലക്ട്രോണിക്സ് ഐറ്റംസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് കുറേ കടകൾ ഷോപ്പുകളൊക്കെ ഓപ്പൺ അല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ സൺഡേ ആണ് പോയത്, കുട്ടികളുടെ സ്കൂളില്ലാത്ത ദിവസം നോക്കി പോയതാണ്. അപ്പം ഒരു ഓൾമോസ്റ്റ് കടകളൊക്കെ ക്ലോസ് ആയിരുന്നു. പിന്നെ നമ്മൾ അറിയാത്ത കുറേ കടകളുണ്ടായിരുന്നു, അവിടുന്ന് നമുക്ക് നോർമൽ റേറ്റിലേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് അറിയുന്ന കടകളിൽ നിന്ന് ഹോൾസെയിലായിട്ട് കിട്ടുമ്പോഴേ നമുക്ക് മെച്ചമുള്ളൂ. അങ്ങനെ ബാഗൊക്കെ നോക്കി ബാഗ് മേടിച്ചു. അതേപോലെ നമ്മൾ കുറച്ച് ഇലക്ട്രോണിക്സ് ഐറ്റംസുകളൊക്കെ വാങ്ങി, ഫാന്, ഇസ്തിരിപ്പെട്ടി, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ വീട്ടുപകരണങ്ങൾ, കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങി. പാത്രങ്ങൾ നോക്കി, പക്ഷെ ഞങ്ങൾ ലുലുവിൽ നിന്നാണ് മേടിച്ചത്. ഇവിടെ കിട്ടുന്നതിനാലും കുറച്ച് ഓഫറിൽ ലുലുവിൽ കിട്ടിയപ്പം ലുലുന്ന് വാങ്ങി. ലുലു നല്ല സൂപ്പർ മാർക്കറ്റ് മാത്രമേ ഉള്ളൂ, ഹൈപ്പർ മാർക്കറ്റ് അല്ല. ഈ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളൊന്നുമില്ല. ഇതാണ് എൻ്റെ കൂട്ടുകാരൻ റസൂൽ, കോയമ്പത്തൂരുള്ള. ഞങ്ങൾ കിളിക്കച്ചവടം, കിളിയൊക്കെ ഉള്ള ഒരു കൂട്ടുകാരനാണ്. ഞങ്ങൾ കുറേ കിളീൻ്റെ ഡീലിങ്സ് ഒക്കെ ചെയ്തൊരാളാണ്. എൻ്റെ നിന്ന് കുറേ കിളികൾ മേടിച്ചിട്ടുണ്ട്, അവൻ്റെ നിന്ന് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ അനീഷിൻ്റെ കുട്ടികൾ, ഒരാൺകുട്ടി ഒരു പെൺകുട്ടിയാണുള്ളത്. അങ്ങനെയുള്ള ബാഗ് നോക്കാൻ വേണ്ടിയിട്ട് കടയിലൊക്കെ കയറി. ബാഗൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഒരു ബാഗൊക്കെ മേടിച്ചു. പിന്നെ ഞങ്ങൾ നടന്നപ്പോൾ ഒരുപാട് നമ്മൾ ആ സ്ട്രീറ്റ് കൂടെ നടക്കുന്ന ഒരുപാട് സാധനങ്ങൾ നമുക്ക് മേടിക്കാനുണ്ട് കേട്ടോ. ചീപ്പ് റേറ്റിന് ഒരുപാട് ചപ്പൽസ്, അതൊക്കെ ഡ്രസ്സുകൾ, ജീൻസ്, ഇലക്ട്രോണിക്സ് ഐറ്റംസ്, ഒരുപാട് സാധനങ്ങൾ വീട്ടിലേക്ക് വേണ്ട ഒരുപാട് സാധനങ്ങൾ കോയമ്പത്തൂർ ഉക്കടക്കര മാർക്കറ്റിൽ പോയപ്പോൾ കേട്ടോ. ഉക്കട മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടിൻ്റെ പഴയ സ്പെയർ പാർട്സുകളാണ്. അപ്പോൾ അങ്ങനെ പോയി ഒരുപാട് കടകളൊക്കെ നല്ല അടിപൊളിയായിട്ട് കളറാക്കിയിട്ടുണ്ട്, പണ്ടത്തെ പോലെയല്ല. ടൗണൊക്കെ ഒന്ന് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇനി ലുലുവിലേക്ക് പോകണം കേട്ടോ. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ഫ്ലൈ ഓവറാണ്, രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്ത് പോകണം. അതിൻ്റെ അടിയിലൂടെ പോണത് ഒരു രക്ഷയില്ല കേട്ടോ. ഇനി ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു കോയമ്പത്തൂർ ടൗണൊക്കെ മൊത്തത്തിൽ മാറിപ്പോകും. പണ്ടത്തെ കോയമ്പത്തൂരൊന്നല്ല. ഇപ്പം ഉണ്ടല്ലേ നമ്മളെ ലേക്കിലൊക്കെ ഒരുപാട് പാർക്കിങ്, അതൊക്കെ തന്നെ കുറേ ബോട്ട് സർവീസ്, സ്പീഡ് ബോട്ട്. പിന്നെ അവിടെ ഈ പാർക്കിൻ്റെ ഈ ഉക്കടം വലിയ തടാകമുണ്ട്, അവിടെയൊക്കെ നമ്മളെ സിപ്പ് ലൈനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം തമിഴ്നാട് ഒരുപാട് ടൂറിസത്തിന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ ടൗണിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ആക്ടിവിറ്റീസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ കോയമ്പത്തൂർ വരുന്നുണ്ട്, ഇപ്പം ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടും. അപ്പം അവരൊക്കെ ഇനി അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കുറേ ആക്ടിവിറ്റീസ്, കുറേ റൈഡുകൾ എല്ലാം അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. കാരണം ആൾക്കാരെ പിടിച്ചിരുത്തുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. കാരണം മലയാളികൾ എന്തായാലും പോകും. പാലക്കാട് നിന്ന് 50 കിലോമീറ്റർ ഉള്ളൂ കോയമ്പത്തൂർ പോകാൻ. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ 100 കിലോമീറ്റർ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ലുലുവിൽ എത്തിയിട്ടു. ഇതാണ് ലുലുവിൻ്റെ ഫ്രണ്ട് ചെന്നപ്പോൾ ഒരു വലിയ 2 ഓപ്പൺ അക്വേറിയം കണ്ടിട്ടോ. അതിനകത്തുനിന്ന് കുറേ പിള്ളേർ വെള്ളം നിറച്ചിട്ട് അതിന് കവർ കൊണ്ട് മീനെ പിടിച്ചു കൊണ്ടുവന്നുണ്ട്. കാരണം എന്താണ് സെക്യൂരിറ്റി ഒന്ന് ചീത്തയൊക്കെ പറഞ്ഞു, പക്ഷേ കുറേ ആൾക്കാർ വീണ്ടും പിടിച്ചു. പിന്നെ അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, അകത്തേക്കൊന്ന് കയറാൻ എഴുതിയിട്ട് അകത്തേക്ക് പോയി. അപ്പം നമ്മളെ എറണാകുളത്തും തിരുവനന്തപുരത്തൊക്കെ ഉള്ള പോലെ വലിയ ലുലു അല്ല, ഇത് ചെറിയ ലുലു ആണ്. ഇവരെ സ്റ്റോറുകൾ മാത്രമേ ഉള്ളൂ, വേറെ ഹൈപ്പർ മാർക്കറ്റ് അല്ല. അപ്പോൾ ഇവരെ പ്രൊഡക്റ്റുകളും കുറച്ച് അങ്ങനത്തെ ഐറ്റംസുകളും ഉള്ളൂ. സിംഗിൾ ഫ്ലോറാണ്, പക്ഷെ ഉള്ളത് നല്ല അടിപൊളിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല സൈസിൽ ഐറ്റംസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മളെ കേരളത്തിലേക്കാരെ ടാക്സിന് കുറവായതുകൊണ്ട് സാധനങ്ങൾക്ക് ഇവിടുത്തെ വില കുറവുണ്ട് കേട്ടോ. അവിടെ എല്ലാ പ്രൊഡക്റ്റും, ഇപ്പം നമ്മളെ ബ്രാൻഡഡ് പ്രൊഡക്റ്റുകളാണെങ്കിലും അല്ലാത്ത സാധനങ്ങളാണെങ്കിലും എന്ത് സാധനത്തിനാണെങ്കിലും കേരളത്തിൽ നിന്ന് മേടിക്കുന്നതിലും വില കുറവുണ്ട് ലുലുവിൽ, ഈ കോയമ്പത്തൂർ ലുലുവിൽ. അപ്പം ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, കുറച്ച് ചോക്ലേറ്റ്സുകൾ, മിഠായികൾ, കുറച്ച് പാത്രങ്ങളൊക്കെ മേടിച്ചു, സോപ്പ്, അങ്ങനെയുള്ള സാധനത്തിനൊക്കെ വില കുറവുണ്ട് കേട്ടോ. നമ്മൾ നാട്ടിലേട്ടിലും വില കുറവുണ്ട് അവിടെ. അപ്പം ഞങ്ങൾ മാർക്കറ്റ് വഴി ഞങ്ങൾ ഉക്കട മാർക്കറ്റിൻ്റെ അവിടെയും ഒപ്പനക്കര മാർക്കറ്റിൻ്റെ അവിടെയും നിന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് നടന്നിരുന്നു. വണ്ടി നിർത്തിയിട്ട് നമ്മൾ കേരളത്തിലെ പോലെയല്ല റോഡ് സൈഡിൽ പാർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, പാർക്കിങ്ങിൽ ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നടന്നു പോയതുകൊണ്ട് കുട്ടികളെ കാലൊക്കെ നല്ല വേദനയായിരുന്നു കേട്ടോ. അത് കാരണം ഇബ്രൂനൊക്കെ ആ ട്രോളിയിൽ ഇരുത്തി ഞങ്ങൾ കൊണ്ടുപോയത്. അതിനുശേഷം ഞങ്ങൾ അവിടെ സാധനമൊക്കെ വാങ്ങി പാർക്കിങ് കഴിഞ്ഞു. ഞങ്ങൾ പാർക്കിങ്ങിൽ നിന്ന് വണ്ടി എടുത്ത് ഞങ്ങൾ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് ഫുഡ് കഴിക്കാന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അതിന് വേണ്ടാന്ന് വെച്ചിട്ട് തിരിച്ച് ഞങ്ങളൊരു ഏകദേശം ഒരു 7-8 മണിയപ്പോൾ ഇറങ്ങി അവിടുന്ന്. ഇനി കുറച്ച് സാധനങ്ങളും വാങ്ങാനുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് സ്വീറ്റ്സ് വാങ്ങണം, പിന്നെ കുട്ടികളുടെ കുറച്ച് ഡ്രസ്സുകളുണ്ട്, തിരുപ്പൂർ ഐറ്റംസ്.
അത് 500 രൂപക്ക് 1 കിലോ കിട്ടും. 1 കിലോന് 500 രൂപ കൊടുത്താൽ കിട്ടും. ഒരുപാട് നല്ല വീട്ടിലിടാൻ പറ്റുന്ന നല്ല ഡ്രസ്സുകൾ കിട്ടും. ഒരു 500 രൂപക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കിട്ടും. ഞാനൊരു 3000 രൂപക്ക് എടുത്തപ്പോൾ നമുക്ക് കുറച്ച് കാലങ്ങൾക്കുള്ള ഡ്രസ്സുകൾ തന്നെ മേടിച്ചു. കാരണം ഇപ്പം എനിക്കൊക്കെ പറ്റിയ നല്ല ട്രൗസറുകൾ, നൈറ്റ് ജാക്കറ്റുകൾ, അതേപോലെ നമുക്ക് ടീഷർട്ടുകൾ, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ കിട്ടും. ഇതുണ്ടോ, കോയമ്പത്തൂർ ചെന്നൈയിൽ നിന്ന് വരുന്നൊരു ബസ്സാണ് കേട്ടോ. ഇത് കാണുന്നത് സ്ലീപ്പറാണ്. എന്താ അതിൻ്റെയൊക്കെ സെറ്റപ്പ് കാണാൻ. അപ്പം കേരളത്തിൽ ഇതുപോലെ തന്നെ ആവണം. നമ്മളെ ടൂറിസത്തിന് നല്ല പ്രൊമോട്ട് ചെയ്യണം. ടൂറിസത്തിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. എങ്കിൽ ആൾക്കാരിപ്പോൾ ടൂറിസം ആ മേഖലയിലേക്കാണ് ആൾക്കാരൊക്കെ പോകുന്നത്. ഇതാണ് നമ്മൾ കോയമ്പത്തൂരത്തെ ആനന്ദാസ് ബേക്കറി കേട്ടോ. ഇവിടുന്ന് സാധാരണ സ്ഥിരം നമ്മൾ സ്വീറ്റ്സ് വാങ്ങുന്ന ഷോപ്പായിരുന്നു. അവിടുന്ന് കാജു കട്ട്ലി, അതേപോലെ കുറേ ഐറ്റംസുകളുണ്ട്. ഒരുപാട് വെറൈറ്റികളുടെ ഫുഡിൻ്റെ ബേക്കറി ഐറ്റംസിൻ്റെ ഒരു കലവറ തന്നെയാണ്. ഒരുപാട് നമ്മൾ നെയ്യിലുണ്ടാക്കിയ പല ഐറ്റംസ് നമ്മൾ കഴിച്ചാൽ വയറ് നിറഞ്ഞു പോകും. അത്ര ഐറ്റംസ് തന്നെ. അത്യാവശ്യം നല്ല വിലയുണ്ട്. ഈ കാജു കട്ടിൽ 200 ഗ്രാമിന് 100 രൂപയാണ്. അങ്ങനെ കുറേ അലുവകൾ, കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ട്. അങ്ങനെ അത് വാങ്ങി പിന്നെ ഞങ്ങൾ ഡ്രസ്സ് മേടിച്ചു അവിടുന്ന്. അതിനുശേഷം നമ്മൾ പാലക്കാട് ടൗണിൽ വന്നിട്ട് ഞങ്ങൾ പെരിന്തൽമണ്ണ റോഡിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടുന്ന് ഏകദേശം എല്ലാവർക്കും നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുഴിമന്തി, പെരി കുഴിമന്തിയാണ് കഴിച്ചത്. അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോകണേ. ഇത്ര നേരം അനീഷയായിരുന്നു വിട്ടിരുന്നത്, ഇനി ഞാൻ ഡ്രൈവ് ചെയ്യാൻ പോകണേ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ അമർത്തുക.